നമ്മൾ ഫുൾ പേയ്മെന്റ് അടച്ചാണ് നമ്മള് കഴിഞ്ഞ ദിവസം. ഓക്കെ അത് എന്നെ ഒന്ന് കണക്ട് ചെയ്താൽ മതി, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ശരി ശരി എന്നെ ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്താൽ കേട്ടോ. ശരി. ഓക്കെ. ഇന്ന് മോർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റ്. ഇപ്പോൾ എല്ലാം ഓപ്പണിംഗ്, എല്ലാം മാർക്കറ്റ് ഓപ്പണിംഗിലും നല്ല എൻട്രീസ് ഉണ്ട്, സൂപ്പർ എൻട്രീസാ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം ഒക്കെ. ഒരു 4:30 ഇവിടെ UAE ടൈം ഏകദേശം 4:30 എൻട്രി വന്നത്. അതന്നെ. എൻട്രീസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതായത് അങ്ങനത്തെ എൻട്രീസ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എൻട്രീസ് ഒക്കെ നല്ല എൻട്രി കിട്ടുന്നതൊക്കെ നല്ല എൻട്രിയേ ഉള്ളൂ. കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്താലും അടിക്കുന്ന നല്ല എൻട്രിയാ, നല്ല മൂവ്മെന്റ് ഉണ്ടാവും. ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടായത് കൊണ്ടാണ് ഇന്നൊരു സർവീസിലേക്ക് വന്നത് മൊത്തത്തിൽ. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഹലോ ഞാനല്ല, സെക്ഷനിലാണ്, മീറ്റിംഗിലാ. നമ്മള് പുതിയ ആരെങ്കിലും ഉണ്ടോ ഇതിൽ ജോയിൻ ചെയ്ത? പുതിയ ആരെങ്കിലും ഉണ്ടാവുള്ളൂ ഇന്നത്തെ സെക്ഷനിൽ? എത്ര ആൾക്കാർ എടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ? ലൈവ് ആയാലും ഡൗട്ടും കാര്യമൊക്കെ ചോദിക്കാട്ടാ, സൈലന്റ് ആയി നിൽക്കണ്ട. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാ. ഞാൻ ഒന്നാമത് എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ല, എന്നിട്ട് ഞാനിത് നോക്കി വന്നത് കയറിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലെല്ലാരും ഗോൾഡ് ചെയ്യുന്ന ആൾക്കാരെന്നല്ലേ ഇപ്പൊ ഇതിലുള്ള? ഇപ്പൊ ടോട്ടൽ ഇപ്പൊ 12 ആൾക്കാരുണ്ട്, ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യും. നമുക്ക് ഈ ഇൻഡിക്കേറ്ററിന്റെ ആക്സസ് അത് എത്ര ദിവസം ഉണ്ടാവുക? നിങ്ങൾക്ക് ആക്സസ് നാളെ തീരും. നാളെ വെള്ളിയാഴ്ച, നാളെ കഴിയും അല്ലേ? അതിന് ശേഷമുള്ള ഇതെന്താണ്? പർച്ചേസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാ. പർച്ചേസ് ചെയ്തല്ലേ? അതിന്റെ കോസ്റ്റും കാര്യമെല്ലാം അവര് പറഞ്ഞുതരാണോ ചെയ്യാ, അല്ലെങ്കിൽ അവര് പറഞ്ഞുതരും, സ്റ്റാഫായിട്ട് കണക്ട് ചെയ്താൽ മതി. എന്താ വെച്ചാൽ എനിക്ക് സ്റ്റാർട്ടിംഗ് ഉള്ള സെഷനൊക്കെ മിസ്സായിന്, 2 ദിവസത്തെ സെഷൻ മിസ്സാണ്. അത് കുഴപ്പമില്ല, സെക്ഷനൊക്കെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ജോയിൻ ചെയ്താൽ വേറെ സെക്ഷൻ ഉണ്ടാവും, ജോയിൻ ചെയ്തവർക്ക് വേറെ സെക്ഷൻ കിട്ടും. ഓൾമോസ്റ്റ് ഇതെല്ലാം തീരും. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാ സമയവും മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ ട്രേഡ്സ് വരുമ്പോൾ നമുക്ക് അതിന്റെ എന്തെങ്കിലും
കമ്മ്യൂണിറ്റി ഉണ്ടോ, എങ്ങനെയാണ്? കമ്മ്യൂണിറ്റിയിലേക്ക് വരും, നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യും. ട്രേഡ് ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, അതായത് അതിന്റെ കുറച്ച് മേക്കിങ്ങിലാണ്. അതായത് റോബോട്ടിക്, അതായത് അതിൽ എല്ലാ ട്രേഡ് വരുന്ന പോസിബിൾ നല്ല ട്രേഡ്സ് ഒക്കെ നമ്മൾ ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അതിനൊരു കമ്മ്യൂണിറ്റി, അതിനൊരു ബോട്ടിന്റെ ചെറിയ മേക്കിങ്ങിലാണെങ്കിലും മൺഡേയോട് കൂടി അത് ഫിനിഷ് ആവും. ഇത് സ്റ്റാർട്ടിങ് പറഞ്ഞ തന്നെ ആൽഗോ ട്രേഡിംഗ് എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞിട്ടുണ്ടായത്? അതായത് 5%, 95% ആൽഗോ, 5% മാനുവൽ. അതാണ് നമ്മളൊരു ഹെഡ്ലൈൻ തന്നെ. അങ്ങനെ എക്സിക്യൂഷൻ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? യെസ്. അത് പറയാൻ കാരണം, അതായത് നമുക്ക് ബോട്ടിനെ ഇത് കംപ്ലീറ്റ്ലി ബോട്ടിനെ വെച്ചോണ്ട് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഒന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ഒറ്റ എൻട്രി 1 മിനിറ്റിൽ ഇട്ടിട്ട് ഒരു 500 എൻട്രി എടുക്കേണ്ടി വരും, $500 ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ ബോട്ടിന് നമുക്ക് എ കാറ്റഗറി ബ്രോക്കേഴ്സ് ഒന്നും നമുക്ക് അലോ ചെയ്യുന്നില്ല. നമുക്ക് ഇതിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തവർക്കൊക്കെ നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യാം. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അലേർട്ട് സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ സെറ്റ് ചെയ്ത് തരും. അതായത് ഇത് കണ്ടോ, ഈ എൻട്രീസ് ഒക്കെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അലേർട്ട് വന്നതാണ്. ബൈയും സെല്ലൊക്കെ അലേർട്ട് വരും, നിങ്ങൾക്ക് മെയിലിൽ വരും. അതേപോലെ തന്നെ ഇത് ഇന്ന് വന്ന എൻട്രീസ് ആണ്, 20-ാം തീയതി വന്ന എൻട്രീസ് ആണ്. ഇതിപ്പോ ലാസ്റ്റ് വന്ന എൻട്രി ഇതാ, ഈ എൻട്രി ആണിത്, ബൈ എൻട്രി. അലേർട്ട് വരും, അലേർട്ട് സെറ്റ് ചെയ്ത് തരും. അല്ല, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതില് 100% അല്ല, ഒരു 90% ആക്യുറസി ഉള്ള പിന്നെ വാണിംഗ് മാത്രമേ ഇത് ഇവിടെ വരുള്ളൂ, അല്ലെങ്കിൽ എല്ലാ വാണിംഗും വരുമോ? അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ സെറ്റ് ചെയ്യാം. അത് ഇതൊന്ന് മൺഡേ നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി എന്നായിട്ട്, മൺഡേ ട്ടാ. അതേപോലെ നമുക്ക് നമ്മളെ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഗ്രൂപ്പ് വരുന്ന സമയം നമുക്ക് ഇതിൽ വരുന്ന നല്ല ആക്യുറേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് വാച്ച് ചെയ്യാ, ആ സമയത്ത് എൻട്രി വന്നിട്ടുണ്ട്. അത്രയുണ്ടോ? അതന്നെ അതിലേക്കേ വരുമോ? അല്ല, എല്ലാവർക്കും വരുന്നില്ല. ആ 20 ആളയില് ബോട്ട് ഉണ്ടാവും. ഒരു ബോട്ടായിരിക്കും നമുക്ക് എൻട്രി, ഇതിൽ വരുന്ന എൻട്രി ഒക്കെ അതിൽ കിട്ടും. എൻട്രി എവിടെ, എക്സിറ്റ് എവിടെ, TP എവിടെ, SL എവിടെ എന്ന് പറഞ്ഞിട്ട് തരും. അത്രയുണ്ടോ? ഇല്ല, അത്രയുണ്ടോ? അതിൽ ഞാൻ തന്നെയാണ് ഉണ്ടാവില്ല. റോക്കറ്റ് വന്ന് എനിക്ക് അവിടെ നിന്നു, TP3 അടിക്കുന്നു. എടുത്ത ആളൊക്കെ അവിടെ ഹോൾഡ് ചെയ്തു. ടൂല് അടിക്കുന്നവർക്ക് നിൽക്കാൻ വെച്ചാല് റോക്കറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവാണത്, നല്ല ക്യാൻഡിലാണ്, നല്ല മൂവ്മെന്റ് ഉണ്ടാവും. എന്നാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് 1 എത്തിക്കഴിഞ്ഞാല് 1 വരെ എന്നാക്കാ, 1 വരെ ഇനി SL 1ലേക്ക് വെക്കാം. ഓക്കെ, SL മുന്തിക്കാം. ഇവിടുന്ന് എൻട്രി എടുത്താൽ SL 1 കീപ്പ് ചെയ്യാന്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ട്രേഡ് ഇല്ല, ഇപ്പോൾ എൻട്രി എടുക്കണ്ട. ഓൾമോസ്റ്റ് ഇനി നിങ്ങൾക്ക് എടുക്കുന്ന ഈ രീതിയിൽ എടുക്കാം. ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഇവിടം വരെ എടുക്കണ്ട, ഓൾമോസ്റ്റ് കഴിഞ്ഞ്. കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ ഈ ഒരു പോയിന്റ് നിന്നൊക്കെ എടുക്കാം എൻട്രി. TP1 എൻട്രി എടുക്കായിരുന്നു ഈ 3 ക്യാൻഡിൽ മുന്നേ, ഈ ഒരു ക്യാൻഡിൽ. അതായത് അങ്ങനെ എൻട്രി എടുക്കുന്ന സമയം TP1 എൻട്രി എടുക്കുന്ന ഒരാൾ TP1 എൻട്രി പ്ലേസ് ചെയ്യുക. അതേപോലെ ഇവിടുന്ന് എൻട്രി എടുക്കുക, SL നേരെ TP1 താഴെ തന്നെ കീപ്പ് ചെയ്യുക. ഇത്രേ വെച്ചോളൂ. ഇവിടുന്ന് TP2, 3. ഇതാണ് പ്രൊസീജിയർ. ഞാൻ ഒരു PDF മേക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. മറ്റേ ഞാൻ അയച്ചെന്ന ഒരു PDF കുറേ ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു PDF കൂടി ഞാൻ മേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു PDF ഉണ്ട്. നമുക്ക് ഇന്നൊന്ന് കാണാം, ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. മലയാളം അത് കയറും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാനൊരു PDF ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട്. അത് പോവും. റോക്കറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല കൺഫർമേഷൻ, നല്ല മാർക്കറ്റാണ്. SL എവിടത്തേക്ക് മാറ്റാന്ന് അറിയോ? SL സ്റ്റോപ്പ് ലോസ്
ഈ ഒരു ഏരിയയിലേക്ക് മാറ്റാം കേട്ടാ. 44.93 44.93 SLനെ നഗ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. SL എല്ലാവരും അടുത്തേക്ക് മാറ്റാം. അതുവരെയുള്ള പ്രോഫിറ്റ് സെക്യൂർ ആയി. ഓക്കെ, 44 SL ഈ പോയിന്റിലേക്ക് TP1 44.93. യെസ്, SL മാറ്റാം. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ? SL മാറ്റാം. മാറ്റിയിട്ടുണ്ട്. യെസ്, അത് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. TP കംപ്ലീറ്റ് ചെയ്യൽ ഈ രീതിയിലാണ്. പ്രോഫിറ്റ് ഫുൾ മേക്ക് ചെയ്യേണ്ടത്. ഇവിടെ എടുത്തു, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ട്രേഡ് നടക്കട്ടെ. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ട്രേഡ് നടക്കേണ്ടത്. എട്ട് മണിക്ക് നല്ല 7 മണിക്ക് ശേഷം നല്ല മാർക്കറ്റാണ്. എല്ലാ ദിവസവും നല്ലൊരു എന്താ പറയുക, നല്ലൊരു മാർക്കറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാർക്കറ്റാണ്. 7 മണിക്ക് ശേഷം ഒരു 6 മണി കഴിഞ്ഞാൽ ഒരു എൻട്രി എന്തായാലും കിട്ടും. അടുത്ത ക്യാൻഡിൽ ഇപ്പം വരും. അടുത്ത ക്യാൻഡിലും റോക്കറ്റ് ആണെങ്കിൽ TP3 ഈ ഏരിയ ബ്രേക്ക് ആവും. ഈ ഏരിയ ബ്രേക്ക് ആവലോട് കൂടി TP3 എത്തും. ഈ ഒരു ഏരിയ ബ്രേക്ക് ആവലോട് കൂടി ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഒരു ബിയർ ആറ്റം മേലെ വരികയാണെങ്കിൽ, ഇതേപോലെ ഒരു ബിയറിന്റെ ചിഹ്നം വരികയാണെങ്കിൽ മതി. അത് പിന്നെ അടുത്ത സപ്പോർട്ടിൽ താഴേക്ക് വരും. ഒരു ബിയർ എൻട്രി ആയി കഴിഞ്ഞാൽ അത് നോക്കിയാൽ മതി. ബിയർ എൻ്റർ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ. TP2 എത്തിയിട്ടുണ്ട്. TP2 പമ്പ് ചെയ്തു. നല്ല മാർക്കറ്റാണ്, റോക്കറ്റ് തന്നെയാണ്. 3 എത്തും. SL ഇവിടത്തേക്ക് എനിക്ക് കയറ്റി കൊണ്ടുവരാം കേട്ടാ. ഈ ക്യാൻഡിൽ താഴേക്ക് കൊണ്ടുവരാ. SL ഇവിടുന്ന് ഇവിടത്തേക്ക് കൊണ്ടുവരാം. ഈ ക്യാൻഡിലിന്റെ ബോഡി കൊണ്ടുവരാം. 44.99 കൊണ്ടുവരാം SL. ഇനി അങ്ങോട്ടേക്ക് TP1 കംപ്ലീറ്റ് ആ രീതിയിൽ കൊണ്ടുവരാം. ഈ TP1 TP2 ഒക്കെ ഓരോ സമയത്തും മാർക്കറ്റിന്റെ ആ ഒരു എത്ര മൂവ് ചെയ്യാണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ വരുന്നത്? അപ്പൊ നമുക്ക് നോർമലി ഒരു ആവറേജ് ഒരു 5% അല്ലേ ഡെയിലി പ്രോഫിറ്റ് പറഞ്ഞ ഒരു $100 ഇട്ട് ചെയ്യുന്നെങ്കിൽ $5. അത്ര. അപ്പൊ അങ്ങനെ അത് നമുക്ക് TP1 തന്നെ കിട്ടാറുണ്ടോ? എല്ലാം കിട്ടും. TP1 കിട്ടും. ആ സമയത്ത് നമ്മൾ ഇത് എത്ര ലോട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക? നിങ്ങൾക്ക് എത്രയാണ് ഇതുള്ളത്, നിങ്ങളെ ക്യാപിറ്റലിന്റെ ഇതനുസരിച്ച് ലോട്ട് എടുക്കണം. അതന്നെ $100 വെച്ചിട്ടാണ്. $0.2 $100 0.2. അത് ഇൻക്ലൂഡിങ് ഈ 5% ലിവറേജ് പറയുന്നേ.
5x സോറി. യെസ് 5x ഇട്ടാൽ മതി. 5x എടുത്താൽ മതി. അതായത് SL 5 ക്യാപിറ്റലിന്റെ 5% വെക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി. 3% സോറി, മാക്സിമം 3%. 3%. അത് മതി. ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പെർഫോമൻസ് വെച്ചിട്ട് SL ഏകദേശം നമുക്കിപ്പോ ഒരു 10 ട്രേഡ് വരുമ്പോ എത്ര SL ആവുന്നുണ്ടാവും? ഒരു 2 ട്രേഡ് അടിച്ചാലായി. അത് അടിക്കുന്നുണ്ടെങ്കിൽ SL അടിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ട്രേഡിലേക്ക് കവറാവും. തൊട്ടപ്പുറത്തെ ട്രേഡിലേക്ക് കവറാവും. 2 SL വരും. അതേപോലെ അത്ര എൻട്രി എടുക്കണ്ട. അതായത് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ അത്രയും തന്നെ എടുക്കാം. 3 ട്രേഡ്, ആ 3 ട്രേഡിൽ നമ്മളെ ടാർഗറ്റ് ഫിനിഷ് ആവും. ഒരാൾക്ക് ടാർഗറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, 3 ട്രേഡേ ഉള്ളൂ. 5 ട്രേഡ് 10 ട്രേഡൊന്നും ഇല്ല. അതായത് 3% മാക്സിമം 3% ലോസ് ആണ്. ഒരു ട്രേഡിൽ 1% വെച്ചുകൊണ്ട് വേണമെങ്കിൽ 3 ട്രേഡ് എടുക്കാം. അതല്ലെങ്കിൽ ഒരൊറ്റ 3% ലോസിന്റെ ഒരൊറ്റ ട്രേഡ് കമ്മിറ്റ്മെന്റ് ആയിരിക്കും. 6 മണി സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാണ് മോർണിംഗ്. എല്ലാ മാർക്കറ്റ് ഓപ്പണിംഗിൽ നല്ല പോയിന്റ് ആണ് മാർക്കറ്റ്. മോർണിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു 7 മണി. ഒരു $10,000 ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി എത്ര എടുക്കാം ഒരു സെക്യൂർ ആയിട്ടുള്ളത്? $10,000 ഒക്കെ ആണെങ്കിൽ ക്വാണ്ടിറ്റി എടുക്കാം അത്യാവശ്യം. അതായത് ഇപ്പൊ ഒരു 10 എടുക്കാം, 10-നുള്ളിലേക്ക് എടുക്കാം. ഒരു 1 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമോ? എടുക്കാം. $10,000 നിങ്ങൾ ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത്? ബ്രോക്കർ? ഗോൾഡ്. അതന്നെ, ബ്രോക്കർ ഏതാ? ബ്രോക്കർ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് പെപ്പർ സ്റ്റോൺ ഉണ്ട്. പെപ്പർ സ്റ്റോൺ ഉപയോഗിച്ചു. നല്ലതല്ലേ? നല്ലതാണ്. ആ റേറ്റിംഗിലും നമ്മളെ ഇതില് റേറ്റിംഗിൽ ടോപ്പ് 4.6 റേറ്റിംഗ് സാധനമാണ്. യെസ്, പെപ്പർ സ്റ്റോൺ നല്ലതാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പെപ്പർ സ്റ്റോൺ ഉപയോഗിക്കാം. അത് നമുക്ക് ക്വാണ്ടിറ്റി ഒരു 1 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാൻ പറ്റില്ല. യെസ്. സ്റ്റോപ്പ് ലോസോ അതിൽ എത്ര വെക്കേണ്ടി വരും നമ്മൾ ഒരു 1 ക്വാണ്ടിറ്റി എടുക്കുന്നതാണെങ്കിൽ? ആ ക്വാണ്ടിറ്റിക്ക് എത്രയാണ് എമൗണ്ട് വരുന്നത് അതിന്റെ പെർസെന്റേജ് ആയിരിക്കണം, അല്ലാതെ 10,000 പെർസെന്റേജ് അല്ല കേട്ടാ. എത്രയാണ് ട്രേഡിന് സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ എത്രയാണ് 10,000 5,000 എടുക്കുന്നത് അതിന്റെ 3%. ഇവിടെ കാണിക്കും എത്ര പെർസെന്റ്. ഇപ്പൊ ഈ ട്രേഡിന്റെ റിസ്ക് 2% ഇതാ റിസ്ക്. ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരാളും ഞാൻ പറഞ്ഞില്ല, TP1 ഒരാൾ ട്രേഡ് എടുക്കുന്ന സമയവും 3% വെക്കണം, 2% വെക്കണം. ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളും ഇതിൽ കാണിക്കും റിസ്ക് എത്ര എടുക്കേണ്ടതെന്നുള്ളത്. യെസ്, അത് എടുത്താൽ മതി. ഈ റിസ്ക് സ്കോർ നമ്മളെ ബോക്സിലുള്ള റിസ്ക് സ്കോർ എടുക്കാം, അതിൽ കാണിക്കുന്നുണ്ട് 10/2. ഇത് TP3 അടിക്കും. SL പമ്പ് ചെയ്യാട്ടാ, ട്രിഗർ ചെയ്യാ, ഇവിടത്തേക്ക് ട്രിഗർ ചെയ്യാ. 45.03 ട്രിഗർ ചെയ്യാം. ഈ ക്യാൻഡലില് ബേസിൽ കൊണ്ടേക്കാം. ഇങ്ങനെ വേണം. ഇതാണ് ശരിക്കും ഉള്ള പ്രോഫിറ്റ്. ഹണ്ട് ചെയ്ത് പോവാന്ന് പറയുന്നത്. ഒരു ടെൻഷനും ഇല്ല, പ്രോഫിറ്റ് ആയില്ല ഓൾറെഡി. ബോണസ് ആണ് ഇനി അങ്ങോട്ടേക്ക് എല്ലാം എടുക്കാം. എവിടം വരെ പോകുന്നു അവിടം വരെ കൊടുക്കാം നമുക്ക്. SL വെക്കാതെ, ടാർഗറ്റ് വെക്കാതെ. ഒരു ഗെയിം ഉണ്ട്, ടാർഗറ്റ് വെക്കാതെ ഇതിങ്ങനെ പമ്പ് ചെയ്ത് പോയാൽ മതി. എവിടം വരെ പോകുന്ന അവിടം വരെ കിട്ടും. ഇന്നലത്തെ അല്ലേ, പക്ഷെ ഇന്നലത്തെ അങ്ങനല്ല. ഇന്നലത്തെ ഷട്ടേന്ന് തൊട്ടാണ് പോകുന്ന മാർക്കറ്റ്. അല്ല നമുക്ക് ആർക്കും ഇന്നലെ എല്ലാവർക്കും ഏകദേശം കുറെ ആൾക്കാരുണ്ടാക്കി. നല്ല മാർക്കറ്റാ. അല്ല അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു നല്ലൊരു മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 ദിവസം എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് വേണ്ടത്. ഒരു 3 ദിവസം ഗ്യാപ്പ് ഇടണം. എന്നിട്ട് ഇതേപോലത്തെ ഒന്ന് എടുത്തിട്ട് ഒരു 3 ദിവസം ഗ്യാപ്പ് വേണം. ഒന്നായി ടെൻഷൻ ഇല്ല. അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 3 ദിവസം ഗ്യാപ്പ് ഇടാ. എന്നിട്ട് അടുത്തൊരു 3 ദിവസം വരെ ഇതേപോലെ ഒന്ന് എടുക്കാൻ പോവാ. ഓക്കെയാണ്. 3P3 അടിക്കും.
ത്രീക്ക് മേലെ പോന്ന് പറഞ്ഞല്ലേ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തത് ത്രീക്ക് മേലിലേക്ക് പോകണം. ഇത് അതിന് മുകളിലേക്ക് ത്രീ പോകുന്ന അടിക്കും. തോന്നുന്നത് കേട്ടോ. അത് കണ്ടിട്ട് അതിന് മേലേക്ക് എവിടെ ഒരു സപ്പോർട്ട്, എവിടെ എവിടെയെങ്കിലും ഒരു ബുള്ള് വരികയാണെങ്കിൽ സപ്പോർട്ട് ഉണ്ട് അവിടെ. ഇവിടെ ഉണ്ട് ഒരു സപ്പോർട്ട്. ഇതാ ഇത് കണ്ട, ഈ ഒരു ഏരിയ കണ്ട, ഈ ലൈന് ഇത് 520 ബ്രേക്ക് ആവുന്ന സപ്പോർട്ട് നോക്കണം. 520 യെസ് യെസ്. 520 സപ്പോർട്ട് ഉണ്ട്. അവിടെയാണ് ആ TP3 ഉള്ളത്. എല്ലാം SL ട്രിഗർ ചെയ്യാട്ടെ, മെല്ലനെ അടുത്ത ക്യാൻഡിൽ ഇപ്പം വരും. SL മെല്ലനെ പൊന്തിക്ക, അധികം വെക്കണ്ട, നല്ല SL അടിക്കും. മീഡിയത്തിലേക്ക് ട്രിഗർ ചെയ്ത് കൊണ്ടാ. മീഡിയത്തിലേക്ക് SL തന്നെ ട്രിഗർ ചെയ്ത് കൊണ്ടുപോവാ. ഓക്കെ അല്ലേ? യെസ് യെസ് യെസ്. അതേപോലെ ഇത്രയായിട്ടും അവരല്ലേ ഇപ്പൊ കംപ്ലീറ്റ് ആവും. എവിടെ റിവേഴ്സലൊന്നും വന്നിട്ടില്ല. അടുത്ത ക്യാൻഡിൽ അത് കംപ്ലീറ്റ് ആവും. അടുത്ത ക്യാൻഡിൽ അത് കംപ്ലീറ്റ് ആവും. സാർ ഇതില് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് ഇൻഡിക്കേറ്ററിന്റെ സംഭവം ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഓ, അതായത് നിങ്ങൾക്ക് ഈസിയാണ്. അതായത് ഇതിപ്പോ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ, അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുള്ള ട്രേഡ് ചെയ്യുന്നവരാണ് പെട്ടെന്ന് മനസ്സിലാവും. ഇതില് ഇപ്പം ഇവിടെ ഇപ്പൊ ഒരു എൻട്രി വന്നു. ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് ആണ് എന്താക്കേണ്ടത്, കംപ്ലീഷൻ ചെയ്യേണ്ടത്. ഇതില് ഓരോ കാര്യങ്ങളുണ്ട് ബാക്കിൽ നടക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു കാര്യം ഞാനിപ്പം ഈ ട്രേഡ് കംപ്ലീറ്റ് ആയവിടെ ഞാൻ പറഞ്ഞുതരും. ഒരു ബ്രോഷർ ഞാനിവിടെ ഡിസ്ക്ലെയിമർ ചെയ്യാനുണ്ട് എല്ലാവർക്കും ഓളായിട്ട്. ഒരു ബ്രോഷർ ഉണ്ട്, പുതിയതാണ്, ഒരു യൂസർ ഉണ്ട്. അപ്പൊ അത് ഡിസ്ക്ലെയിമർ അവരോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തിരിയും. അതിന് 2 വെർഷൻ ഉണ്ട്, ഇംഗ്ലീഷ് കൊണ്ട് മലയാളം. TP3 അടിച്ചിട്ടത് അടിച്ചല്ലോ. യെസ് യെസ്, TP3 അടിച്ചില്ലത് അടിച്ചില്ല, അടിക്കും. അത് 2ലേക്ക് വെച്ചോ. SL 2ലേക്ക് ഉണ്ടോ? യെസ്, SL 2ലേക്ക് ഉണ്ടോ? 45.08 അടിക്കും. TP3 അടിക്കും. TP3 ഉള്ളത് 18 TP3 പഠിക്കും. അടിച്ചു. കുറച്ചും കൂടി ഉണ്ട്, ഒരു പോയിന്റും കൂടി ഉണ്ട്. എന്റെ ഉണ്ട് ഒരു പോയിന്റും കൂടി കയറാം. പോയിന്റിനൊന്നും വാശി പിടിക്കണ്ട. അല്ല, അതെന്തായാലും കേറും, എന്തായാലും കേറുന്നതാണ്. കേറി അടിച്ചു, എന്റെയും കംപ്ലീറ്റ് ആയി. അങ്ങനല്ല, മീടംബരം ഇത്ര ആത്മവിശ്വാസം നിന്നില്ലേ, അങ്ങനെ കുറച്ചാടുന്ന കാര്യമില്ലല്ലോ. അതിലേക്ക് പോകില്ല എന്തായാലും അല്ലേ. എത്ര പോയാലേ പ്രോഫിറ്റ് തന്നെ അത് SL ആയാലും. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിളായി പരിപാടി തീർന്നില്ല. അരമണിക്കൂർ കൊണ്ട് 24 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നു. ഞങ്ങളുടെ എല്ലാവരും ഉണ്ട്. അന്ന് തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രേഡ് കംപ്ലീറ്റ് ആണെങ്കിൽ അരമണിക്കൂർ കൊടുത്താൽ നല്ല മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, കൂടുതലൊന്നും വേണ്ട, അരമണിക്കൂർ. $1200 അടിച്ചു. ഓക്കെ, അതാണ്. അതായത് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോ ഒരു സുഖമുണ്ട്. അല്ല, അത് നമ്മളെ ടീമിലേക്ക് ഞങ്ങളോട് ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും ഉണ്ട്, 1 മണിക്കൂർ കിട്ടും, എല്ലാ ദിവസവും ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാ ദിവസവും, ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവും. ഞാൻ ഉണ്ടല്ലോ മാർക്കറ്റിൽ തന്നെ. എന്തായാലും ഞാൻ ഈ സമയത്ത് ഞാൻ ട്രേഡ് എടുക്കുന്നത് അതല്ലേ. അപ്പൊ ഒരുമിച്ചെടുത്താൽ പോരെ. എന്റെ ക്യാപിറ്റലിന്റെ അനുസരിച്ചുള്ള പ്രോഫിറ്റ് എനിക്ക് കിട്ടും, നിങ്ങളെ ക്യാപിറ്റൽ അനുസരിച്ച് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. വേറെ ഒന്നുമില്ല അതിൽ, അത്രേ ഉള്ളൂ.
എനക്ക് വരുന്ന ലോസ് എനക്കേ വരും, നിങ്ങൾക്ക് വരുന്ന ലോസ് ഇങ്ങക്കേ വരും. നിങ്ങളെ ക്യാപിറ്റൽ അനുസരിച്ച്. അത് ശരിയാണ് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് തന്ന ഫീസ് എനിക്ക് മുതലായിട്ടുണ്ട്. നിങ്ങൾക്കല്ല, എല്ലാവർക്കും മുതലായിട്ടുണ്ട്. എല്ലാ ഇതുവരെ ജോയിൻ ചെയ്ത് ഒറ്റ ദിവസം ട്രേഡ് മാത്രം. അതിനു മുമ്പ് ഞാൻ ഒരു 3 വീക്സ് ട്രേഡ് ചെയ്തിട്ട് ഏകദേശം $7,000 ലോസിലായിരുന്നു ഞാൻ. ഓക്കെ. നിങ്ങൾക്ക് മാത്രല്ല കേട്ടോ, എല്ലാവർക്കും അത് ഇടണ്ട. ഇവിടെ വീണ്ടും INS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ YS ലോഗിങ് ആയിട. ഇതങ്ങ് പോവനി, ഇതങ്ങ് പോവും. ഇവിടെ കണ്ട അഗ്രസീവായി മാർക്കറ്റ്. ഇവിടെ ഇപ്പൊ എന്താ ഇവിടെ വീണ്ടും ST എൻട്രി വരുന്നുണ്ട്. ST എൻട്രി വന്നാൽ ഇവിടുന്ന് അടുത്തൊരു എൻട്രി വരുന്നുണ്ട്. എടുക്കണ്ട, മതി നമ്മളെ കയ്യിൽ. വേണ്ട INS ലോഗ് ഇങ്ങനെ പോകും. എന്തോ ഒരു ന്യൂസ് മാർക്കറ്റിലുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതുണ്ടായപ്പോ ന്യൂസ് ഒന്നും നോക്കാൻ നിൽക്കില്ല, വെറുതെ സമയം കളയുന്നപ്പോ കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ നമ്മൾ മാറ്റാം. ഇപ്പോൾ നമുക്ക് BTCയിൽ മിക്കവാറും BTC അവസ്ഥ എന്താണ്? BTC സെല്ലിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ TP3 ഒക്കെ കംപ്ലീറ്റ് ഷെയറായി. മാർക്കറ്റ് റിസ്ക് കൂടി കണ്ടില്ലേ, 5% ആയി റിസ്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് 5% റിസ്ക് ആയി. അപ്പോൾ നമുക്കുണ്ടല്ലോ 8 ഒരു 10 മിനിറ്റ് ആയിട്ട് ബാക്കി കുറച്ചാളും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. 8:30 ടീം ജോയിൻ ചെയ്യണം. നമ്മൾ 8 മണിയുടെ ടീമാണ് നിങ്ങളെല്ലാവരും. ഇവിടെ കണ്ട വീണ്ടും ST എൻട്രി വന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ലോഗിങ് ആയി. ഇത് കുറേ പോകും മിക്കവാറും. ഇനി ഇതിന് ഇവിടുന്ന് ആരും ഇനി എൻട്രി എടുക്കുകയെന്ന് വേണ്ട. ആരും എൻട്രി എടുക്കാൻ മുതിരണ്ട ഇവിടുന്ന്. ഇപ്പോൾ ഇവിടുന്ന് എടുക്കണമെങ്കിൽ തന്നെ ഈ ഒരു ലൈൻ ബ്രേക്ക് ആയതിന് ശേഷമാണെങ്കിൽ ചെറിയ, അതായത് ഇതിന് നേരെ താഴെ ഒരു SL വെച്ചുകൊണ്ടൊക്കെ എൻട്രി എടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ SL വെക്കണം. റിസ്ക് ഉണ്ട്, 5% റിസ്ക് ഉണ്ട്. പറഞ്ഞിരത്താണത്. ST എൻട്രി വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ YS ലോഗിങ് ആയിട്ടുണ്ട്. ആണെങ്കിൽ ഒരു ഡെമോ എൻട്രി എടുത്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആവശ്യമില്ല അതിലിപ്പോൾ ഒരു മുതലാ നിൽക്കേണ്ട ആരും. ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ചെറിയ SL ഇവിടെ വെക്കണം. എത്ര വെക്കണം? SL ഇവിടെ വരെ കീപ്പ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഏരിയയിൽ SL വെക്കുക. അവിടെ നോക്കാം, ഹോൾഡ് ചെയ്യാം. 600 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കൽ മാത്രം. അടുത്ത സപ്പോർട്ട് എവിടെയാണ് അവിടെ വരെ മാർക്കറ്റ് പോകും. ഒരു സപ്പോർട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പോകും. അടുത്തൊരു സപ്പോർട്ട് ഇതുവരെ മേലൊരു ബിയറിന്റെ സപ്പോർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ റിസ്ക് ഉണ്ട്, 5% റിസ്ക് ഉണ്ട്. ഇത് എടുക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തന്നെയാണ്. അതിൻ്റെ ഒരു ഇനിയും പോകുന്നില്ല. നിങ്ങൾ ഇനി എടുത്തിട്ട് ഇതായിക്കൂടാ, പോവും മാർക്കറ്റ്. അത് പറയും കാര്യം. അപ്പോൾ നമുക്ക് ആ ബ്രോഷറിലേക്ക് കടന്നാലോ? എന്നിട്ട് ട്രേഡ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ മുമ്പിൽ ഇരുന്നൂടാ. ഓക്കെ അല്ലേ? ബാക്കി കുറച്ചാളും കൂടി ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. 8 മണിക്ക് 8:30 ജോയിൻ ചെയ്തൊരു ബാച്ച്, 8:30 ബാച്ച്. ഞാൻ ഗ്രൂപ്പിലൊരു വോയിസ് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയല്ലോ.
അപ്പോ അപ്പൊ ഇതിലിപ്പോ ആർക്കൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളൊന്നും മനസ്സിലാത്ത ആളുള്ളത്? കൈ പൊന്തിക്ക, കാര്യങ്ങൾ പറഞ്ഞ ധൈര്യമായിട്ട് പറയാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് എന്താണെന്ന് എനിക്ക് തിരിയും. ഞാൻ നിങ്ങളെല്ലാവരും ശബ്ദം ഉയർത്താതെ നിൽക്കുന്നിടത്തോളം നിങ്ങളെല്ലാം പഠിച്ചവരാണെന്നാണ് എൻ്റെ ഒരു ഇത്. എന്ത് ഡൗട്ടും ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡിക്കേറ്ററിന്റെ യെസ്, ആ ഒരു അത് ഡൗട്ട് അത് അത് മാത്രം അത് ഒന്ന് ക്ലാരിഫൈ ചെയ്തു. അതിപ്പം 10 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ അടുത്ത സെക്ഷനിൽ അത് നിങ്ങൾ ആ ഡൗട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അത് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള PDF ഞാൻ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ആ കാര്യത്തിൽ എല്ലാവർക്കും കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടർന്നാൽ ഓക്കെ അല്ലേ? കുറച്ചാളും കൂടി ജോയിൻ ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ട്. യെസ്, ആൾക്കാർ ജോയിൻ ചെയ്യുന്നു. കഴിഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാം. ഓൾറെഡി ഹെൽത്ത് റെഡിയല്ല കുറച്ച്. ഒരു PDF കൂടി വേറെ എന്തൊക്കെ ഡൗട്ട്സ് ഉള്ളത് നമ്മുടെ ടീംസിന്? വേറെ എന്തൊക്കെ ഡൗട്ട്സ് ആണ്? പറയാം. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ. നമ്മളെ 4ാമത്തെ ഡേ ആണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടായ പോലെയല്ല ഇപ്പോൾ 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം ഉള്ളത്. നിങ്ങൾ തന്നെ പറയാം, ആദ്യത്തെ ദിവസം ഉണ്ടായ പോലെയാണ് ഇപ്പോൾ? ഇതിലാരുമില്ല, ആർക്കും കേൾക്കുന്നില്ല ഇപ്പോൾ. സാറേ ഫാളിംഗ് സേഫ് എന്ന് പറഞ്ഞാൽ താഴത്തോട്ടുള്ളതാണോ അതോ മേലോട്ടുള്ളതാണോ? മേലേക്കുള്ളത്. യെസ്, ഇത് നമുക്ക് ഇതുവരെ ഇപ്പൊ എവിടെ സപ്പോർട്ട് വന്നിട്ടില്ല. ഒരു ബിയറിന്റെ ഇതേപോലത്തെ ഒരു ചിഹ്നം വരണം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വരണം. പക്ഷെ ഈ ഏരിയ ബ്രേക്ക് ആവുന്നില്ല, അതാണ് പ്രശ്നം. കൂടി യെസ് ഈ ഏരിയ ബ്രേക്ക് ആവുന്നില്ല, അതൊരു പ്രശ്നമാണ്. ഏതാ ക്ലിയർ ആയിട്ടാ? വോയിസ് ക്ലിയർ ഇല്ല. ഈ ഏരിയ ബ്രേക്ക് ആവണം. അതായാൽ നമുക്ക് അടുത്തൊരു പ്രതീക്ഷ കൊടുത്താൽ മതി. അതുവരെ പ്രതീക്ഷ ഒന്നും വേണ്ട ഈ ഒരു ട്രേഡിന്. ഇവിടെ നിന്ന് ഇത് ബ്രേക്കായാൽ മേലിലേക്ക് മാർക്കറ്റ് പോകും, പ്രതീക്ഷിക്കാം, പോകണം. പക്ഷെ ഈ ഏരിയ ബ്രേക്ക് ആവില്ല പെട്ടെന്നൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രീവിയസിൽ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് അവിടെ. ഇന്നലെ മറ്റേ സാറ് പറഞ്ഞ കണക്ക് 4530 വരെ രാത്രി വന്നിട്ട് ഇടിഞ്ഞു നിലത്തോട്ട് 27 വരെ സപ്പോർട്ട് എടുക്കാൻ മാർക്കറ്റ് വരുന്നേ പറ്റും, പോയേ പറ്റും.
അപ്പോൾ ഇതുവരെ കഴിഞ്ഞതിൻ്റെ അതുവരെ കുറച്ച് ആൾക്കാർ നമുക്കൊരു 45 ആകുമ്പോൾ മറ്റേതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ കുറച്ച് ആളും കൂടി ജോയിൻ ചെയ്യട്ടെ, എന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് ഉള്ള കുറച്ച് നമ്മൾ 2-3 ക്ലയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ചും കൂടി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ അതൊന്നും കൂടി ഇപ്പോൾ ഓരോന്ന് വരുന്നുണ്ടല്ലോ, ഇപ്പോൾ ഓരോ ബോക്സിൽ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ഈസിയാക്കി തരാം, കാര്യങ്ങളൊന്നും കൂടി ഈസിയാക്കാം. ഇപ്പോൾ ഫസ്റ്റ് ദിവസം വന്നതുപോലെ അല്ലല്ലോ ഇതിൽ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു ക്യാച്ച് ആയില്ല സംഭവം, ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് കിട്ടിയില്ല. ആരുമില്ലേ, ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. ഉണ്ട് ഉണ്ട് സാറേ. ആരും മറുപടി ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെയാണ് ഉണ്ട്. ഞാൻ ഒന്നാമത് ഹെൽത്ത് ശരിയില്ല, ഇന്ന് ഡിസ്ചാർജ് ആയിരുന്നു. ഇന്ന് ഞാൻ ഇന്ന് കണക്കിയതാണ്. ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലായിരുന്നു സാറേ. ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലാണ്. വലിയ യെസ് നമുക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമോ നോക്കാം. എന്തായാലും ഇടം വരെ എത്തിയല്ലേ, ഈ ഒരു ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലം വരെ ഞാൻ പറഞ്ഞുതരാം ഇടത്തേക്ക് പോകുന്നുള്ളത്. ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പക്ഷേ ഏരിയ അങ്ങനെ ഇങ്ങനെയൊന്നും ബ്രേക്ക് ആവും ചെയ്യില്ല. അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇനി ബ്രേക്ക് ആവില്ല തന്നെ. അപ്പോൾ ഇവിടെ മിക്കവാറും ഒരു ബിയർ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും ബ്രേക്ക് ആവില്ലായി. അപ്പൊ സാറേ ഈ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്യാൻഡിലെ ബിയർ വരുവാണെങ്കിൽ വരട്ടെ. അടുത്ത ഒരു ക്യാൻഡിൽ ബിയർ വരികയാണെങ്കിൽ താഴേക്ക് മാർക്കറ്റ് സപ്പോർട്ടിന് ഇറങ്ങും. അതായത് ആ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഇതാ പറഞ്ഞുതരാ. ഇവിടെ ഒരു ബിയർ വന്നാൽ പിന്നെ ഇതാ ഇവനാണ് അടുത്ത സപ്പോർട്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താവണം, സ്റ്റേബിൾ ആവും. പക്ഷേ ഈ ഏരിയ ബ്രേക്ക് ആവണം, ഈ ക്യാൻഡിൽ ബ്രേക്ക് ആവണം, അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ അതിന് പുറത്ത് ഓപ്പൺ ആവണം. അതാകുന്നില്ല, അതാണ് പ്രശ്നം. വിക്ക് പോയാൽ പോലെ കേട്ടാ. എല്ലാത്തിൻ്റെ വിക്ക് ക്യാൻഡിലെ പുറത്തേക്ക് പോയിട്ടുണ്ട്, അതിൽ കാര്യമില്ല. ക്യാൻഡിൽ തന്നെ പോകണം, ബോഡി തുറക്കണം. ഓക്കെ, അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടില്ല. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയവിടെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു PDF ഞാൻ ഓൾറെഡി റിവീൽ ചെയ്തിട്ടില്ല കാര്യങ്ങൾ. അതായത് ഗോൾഡ് അപ്പോൾ ഒരു ഹോൾ ടൈം, ഇപ്പോൾ ലാസ്റ്റ് പ്രീവിയസിലൊരു ഹോൾ ടൈം ആയി എത്തി. ബ്രേക്കായി, മാർക്കറ്റ് ബ്രേക്കായി. അപ്പം അതും കടന്നു പോകുന്നതാണ് പറയുന്ന മാർക്കറ്റ്. അപ്പോൾ ആരെങ്കിലും ഒരു പ്രീവിയസ് ഹൈ എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അവൻ പറഞ്ഞുതരാം. 1 ഡേ ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് മാർക്കറ്റ് എത്തിയത്. പ്രീവിയസ് 40 സപ്പോർട്ട് കാണുന്നു കേട്ടോ. എത്ര? 40, 37, 40 മേലേക്ക് ഉണ്ടല്ലോ. യെസ്, 72. ഇത് കണ്ട 4722 1 ഡേ ചാർട്ടിൽ ഒരു എൻട്രി ഉണ്ട്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, കണ്ടില്ലേ? 4722 സപ്പോർട്ട്. അതിന് മുന്നേ ഒന്നും സപ്പോർട്ടില്ലേ? അതേത് കളിയാ? ഇതെവിടെയാ? ഇവിടെ. ഓഹോ, ഇപ്പം മാർക്കറ്റ് അങ്ങ് പോകാനുള്ള ലക്ഷ്യത്തിലാണ്. നോക്കി നോക്കാം. 4 ഹവറിൽ എവിടെയുള്ളത് സപ്പോർട്ട്? 4 ഹവറിലും ബൈ ഉണ്ട് 715ലേക്ക്. പക്ഷെ എക്സിറ്റ് കാണിക്കുന്നുണ്ട്. നോക്കി നോക്കാം. അപ്പം നമുക്കൊരു പ്രതീക്ഷയൊക്കെ കൊടുക്കാം. ഇവിടെ നിന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് മാർക്കറ്റ്. സെൽ റെഡും വരുന്നുണ്ട്. 1 മിനിറ്റിൽ ബുള്ളു ബിയർ വന്നിട്ടുണ്ട്. ബിയർ വന്നിട്ടുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 5 മിനിറ്റിലൊക്കെ പ്രതീക്ഷിക്കാം. വരണം, സ്ട്രോങ് ആയിട്ട് വരണം. സെറ്റ് സ്കോർ താന്നുകൊണ്ടിരിക്കുകയാണ്. റൈസിംഗ് 1 മിനിറ്റ്.
മിനിറ്റില്. റൈസിംഗ് റിസ്ക് ഇപ്പോൾ 5 മിനിറ്റിലായിട്ടുണ്ട്. റിസ്ക് ഉണ്ട്, അതാണ് പ്രശ്നം. ഈ റിസ്ക് സ്കോർ കണ്ട അത് 10/1 2 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. ഈ റിസ്ക് വരുമ്പോഴാണ് പ്രശ്നം. ഇവിടുന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പറയുന്നത് 700. നല്ല മൂവ്മെന്റ് ആണല്ലോ. അതാണ് ഓക്കെ. അതെന്നാൽ അതിന്റെ പണി നോക്കട്ടെ. നമുക്ക് നമ്മൾ ഇതിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങള് നമ്പർ 1, ഇത് പുതിയ PDF ആണ്. ടോട്ടൽ PDF നമുക്ക് കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ PDF? യെസ്. പ്രൊഡക്ഷൻ ഡാഷ്ബോർഡ്. ഓക്കെ, ഇതാണ് നമ്മളെ ഡാഷ്ബോർഡ് വരുന്നത്. ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലുള്ള PDF 2 PDF ഉണ്ട്, മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. മലയാളത്തിൽ തന്നെ ഇത് മലയാളത്തിലുള്ളതാണ്, അതിൻ്റെ മറ്റേത് ഇംഗ്ലീഷിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളടക്കം മൊത്തത്തിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം അന്ന് പറഞ്ഞതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഓരോ കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് സ്റ്റാറ്റസ്, HTF ട്രെൻഡ്, സെൻറ്റിമെൻറ്റ്, STA ആക്ഷൻ, വോളിയം പ്രഷർ. ആദ്യത്തെ 8 ബോക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സെക്ഷൻസ് ആണ്, ആദ്യത്തെ 8 ബോക്സ്. ഓക്കെ, അതേപോലെ തന്നെ 9 മുതൽ 12 വരെ സെഡ് സ്കോർ മുതൽ ഡെൻസിറ്റി വരെ അതിൻ്റെ എന്താണ് ഇൻ്റലിജൻസ് സെക്ഷൻസ് ആണ്. അപ്പോൾ ഇതെന്താണ്, എന്തുകൊണ്ട് അങ്ങനെ വന്നതൊക്കെ ഇവിടെ കറക്റ്റ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/1 ആയിട്ട് നമുക്ക് നോക്കാം, കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടുകൾ തീരും. ഇപ്പോൾ എന്താണ് മാർക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് സ്റ്റാറ്റസ് നിലവിൽ പ്രധാന മാർക്കറ്റ് ഡയറക്ഷനെ തിരിച്ചറിയാവുന്ന സിറ്റുവേഷനാണ്. അതായത് ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ബുള്ളിഷ് തന്നെയായിരിക്കും കണ്ടീഷൻ കാണിക്കുന്നത് ബൈ സൈഡിലേക്ക്. അതിൻ്റെ അർത്ഥം ബൈ സൈഡ് സപ്പോർട്ട് എന്നുള്ളതാണ് ആ ഫസ്റ്റ് ബോക്സിൽ വരുന്നത്. അതല്ലെങ്കിൽ അവിടെ ബിയറിഷാണ് വരുന്നത്. ആ ഫസ്റ്റ് ബോക്സിൽ ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ അതിനെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ഡീറ്റെയിൽ ആക്കണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ കാര്യങ്ങൾ വീണ്ടും ഡീറ്റെയിൽ കൊടുത്തു. ബൈ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്റ്റാറ്റസ് ബുള്ളിഷ് ആയിരിക്കും, ബൈ സെറ്റപ്പ്, അല്ലെങ്കിൽ സെൽ സെറ്റപ്പ്. ഇതാണ് ആദ്യത്തെ നമ്മളെ മാർക്കറ്റ് നമ്മളെ ഫസ്റ്റത്തെ ബോക്സിൽ വരേണ്ട കാര്യങ്ങൾ. എല്ലാവരും ബോക്സ് എടുത്ത് വെക്കണമെങ്കിൽ ഇത് വാച്ച് ചെയ്യാം. നമ്മളെ അടുത്തതാണ് അതിൽ അടുത്ത വരുന്നതാണ്. ഓക്കെ, മാർക്കറ്റ് ബോക്സ് കംപ്ലീറ്റ് ആയി. മാർക്കറ്റ് സ്റ്റാറ്റസ് ഓക്കെ. അടുത്തത് HTF ട്രെൻഡ്. ഓക്കെ, HTF ട്രെൻഡാണ് നമ്മളത്. അപ്പോൾ HTF ട്രെൻഡ് എന്താ എന്നുള്ളത് പല ആൾക്കും വീണ്ടും ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈ ടൈം ഫ്രെയിം. അതായത് അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വൈ എക്സാമ്പിളിൽ ആദ്യം പറയാം. 5 മിനിറ്റ്, അതേപോലെ 5 മിനിറ്റിലും ബുള്ളിഷും 15 മിനിറ്റിലും ബുള്ളിഷ് ആണെങ്കിൽ റിസൾട്ട് അവിടെ HTF ട്രെൻഡ് അലൈൻഡ് ആകും. ഓക്കെ, അതേപോലെ 5 മിനിറ്റിൽ ബിയറിഷും 15 മിനിറ്റിൽ ബിയറിഷ് ആണെങ്കിൽ അവിടെ റിസൾട്ട് എന്താണ്, അലൈൻഡ് ആണ്. ഇനി അവിടെ അലൈൻഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ എന്താ, കോൺഫ്ലിക്റ്റ് വരും. എന്തുകൊണ്ട് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിൽ ബുള്ളിഷും 15 മിനിറ്റിൽ ബിയറിഷ് ആണെങ്കിലാണ് അത് കോൺഫ്ലിക്റ്റ് ആവുള്ളൂ. അത് മനസ്സിലായ? ഇവിടം വരെ മനസ്സിലായ? മാർക്കറ്റ് സ്റ്റാറ്റസും ഇതും മനസ്സിലായ? ഓരോന്നും മനസ്സിലായിട്ട് തന്നെ പോവാ. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ തീർത്തിട്ട് അടുത്തതിലേക്ക് പോകും. നമ്മളെ നേരത്തെ നമ്മളെ ബോക്സിനെ പറ്റി ഇതിനെ പറ്റി ഡൗട്ടിൽ ഒരാളുണ്ടായിരുന്നില്ല, ആള് ലൈനിലേക്ക് പോവാ. യെസ്, ഈ രണ്ടും മനസ്സിലായ? ആ ബോക്സിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, എന്തുകൊണ്ട് അവിടെ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത്, സ്റ്റാറ്റസ് അത് മനസ്സിലായി. ഈ 15 മിനിറ്റ്സും 5 മിനിറ്റ്സിലും ബുള്ളിഷോ ബിയറിഷോ ആകുമ്പോൾ അതും HTF ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണോ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് അലയുണ്ടാവും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, അലയുണ്ടാവും. അവിടെ കോൺഫ്ലിക്റ്റ് വരും ചില സമയത്ത് കോൺഫ്ലിക്റ്റ് വരുന്ന സമയം. ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ അലൈൻഡ് ആണ് HTF ട്രെൻഡ്. അത് 15 മിനിറ്റിലും ബൈ തന്നെയാണ്, ഇതുവരെ ബിയറിഷ് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ കോൺഫ്ലിക്റ്റ് കണ്ടോ 15 മിനിറ്റില് കണ്ടു. അത് 15 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന ഒരാള് 1 അവറിന് അലയുണ്ടാക്കണം. അവിടെ കൊടുത്തിട്ടുണ്ടാവും കണ്ട 1 അവർ എന്ന് പറഞ്ഞിട്ട്.
ആ ഹാ ഹാ 1 hour പോയി കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കും സെല്ലും ട്രേഡൊക്കെ ഉണ്ടാവില്ല. ഇതാ 1 hour പോവാ, അവിടെ ബിയർ ഇല്ലതാ, ഒരു സെല്ല് വന്നു, ഇപ്പം ബിയർ വന്നു കിട്ടും, ഇപ്പം അലൈൻഡായതാണ്, ഇപ്പം വന്നതാണ് ഈ ബുള്ള്. അതുവരെ അവിടെ അലൈൻഡല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അതായത് രണ്ട് കോൺസെപ്റ്റ് കണ്ടാൽ നമ്മൾ ഓപ്പോസിറ്റ് അലൈൻഡ് ആവേണ്ട ചാർട്ടിൽ ഓപ്പോസിറ്റ് ആണ് ട്രേഡ് ഉള്ളത്. അതാണ് നമ്മൾ എന്താക്കേണ്ടത്, അലൈൻഡ് അല്ലാത്തത് മനസ്സിലാക്കേണ്ടത്. അപ്പം അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കോൺഫ്ലിക്റ്റ് ആയിക്കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് നമുക്ക് അതിൽ വരാൻ പോകുന്നത്. അടുത്തത് സെന്റിമെന്റ്. സെന്റിമെന്റ് മാർക്കറ്റിലെ മാർക്കറ്റ് ഫ്ലോ കണ്ടീഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. മാർക്കറ്റിന്റെ ഫ്ലോ. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ ആണെങ്കിൽ ആ ബോക്സിൽ വരുന്നത് അക്യുമുലേഷൻ ബുള്ളിഷിനെ, അതായത് ബൈ സൈഡ് സപ്പോർട്ട് ചെയ്യുന്നതിനാണ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ബോക്സിൽ വരുന്നത്. അതേപോലെ മാർക്കറ്റിൽ അതായത് ബൈയിങ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നു. അതായത് മാർക്കറ്റ് ബൈ സെറ്റപ്പ് ആണ് അക്യുമുലേഷൻ. അതായത് ആ ബോക്സിൽ അക്യുമുലേഷൻ ആണെങ്കിൽ അത് ബൈനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ബുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അക്യുമുലേഷൻ. ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന് എന്താണ്, ബിയറിഷ് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ബോക്സിൽ വരുന്നത്. സെന്റിമെന്റ് എന്ന് പറഞ്ഞ ബോക്സ് അത് എന്തിനെ സഹായിക്കുന്നതാണ്, മാർക്കറ്റിലെ ഫ്ലോ കണ്ടീഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയി കൊടുത്തതാണ് നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത രീതിയിൽ. അവിടെ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് വരും. ന്യൂട്രൽ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രോങ്, അതായത് എന്താ പറയുക, ഫ്ലോ ഇല്ല മാർക്കറ്റിൽ. ഇത് സാധാരണ മാർക്കറ്റ് ആക്ടിവിറ്റി ആയിരിക്കും, മാർക്കറ്റ് ആക്റ്റീവ് തന്നെയായിരിക്കും. ബൈയിലേക്കും സെല്ലിലേക്കും ഒന്നും ഉണ്ടാവില്ല, വലിയ മൂവ്മെന്റ് ഉണ്ടാവില്ല ന്യൂട്രലാണെങ്കിൽ. അത് മനസ്സിലാക്കിയാൽ മതി അവിടെ നോക്കുന്ന സമയം. അവിടെ അടുത്ത ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് വരും. ഹണ്ടിങ് മാർക്കറ്റ്, അതായത് ഒരു പ്രത്യേക പ്രൈസ് ഏരിയയിലേക്ക് ടാർഗറ്റ് ഉണ്ടാവും, പെട്ടെന്ന് മൂവ് ആവും. ഏത് കണ്ടീഷനിലാണ് മാർക്കറ്റ് ഉള്ളത് അവിടത്തേക്ക് പെട്ടെന്ന് അഗ്രസീവായിട്ട് മാർക്കറ്റ് ഉണ്ടാവും, നല്ല മൂവ്മെന്റ് ഉണ്ടാവും. ഒരു ബുള്ളി സൈഡിലേക്ക് ആണെങ്കിൽ മാർക്കറ്റ് ഷട്ടേന്ന് പറഞ്ഞിട്ട് ബുള്ളിലേക്ക് പോകും. ഇത് ബിയറിഷിലേക്ക് ആണെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് മാർക്കറ്റ് എന്താവും, ബിയറിഷിലേക്ക് ഫ്ലോ മാറും. അതാണ് നമ്മളെ സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ബോക്സ് ചെറുതാണെങ്കിൽ അതിനുള്ള നടക്കുന്ന കാര്യങ്ങൾ ഇത്രയും വലുതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 ബോക്സാണ് ഉള്ളെങ്കിലും അതിൻ്റെ 12 ബോക്സിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഏകദേശം ഒരു 10 വർഷം ഇരുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ബോക്സ് മനസ്സിലായ സെന്റിമെന്റ് എന്ന് പറഞ്ഞ ബോക്സ് നടക്കുന്ന കാര്യങ്ങൾ പറയട്ടാ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാതെ തന്നെ പറയാൻ ഞാൻ വീണ്ടും പറഞ്ഞുതരും. അതൊന്നും കൂടെ പറയണം. യെസ്, അതായത് സെന്റിമെന്റിൽ നമുക്ക് ഇപ്പം ട്രേഡിലേക്ക് വരാം, ബോക്സിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ അക്യുമുലേഷൻ ആണ് സെന്റിമെന്റിൽ. ഓക്കെ, അക്യുമുലേഷൻ അത് ബൈ സൈഡിലേക്ക്, ഈ ബൈ സിഗ്നൽ വരുമ്പം അക്യുമുലേഷൻ, അതായത് അവിടെ അക്യുമുലേഷൻ ആണെങ്കിൽ സ്ട്രോങ് ആണ് ഏരിയ, അതായത് പെട്ടെന്ന് മൂവ്മെന്റ് ഉണ്ടാവും. അവിടെ അക്യുമുലേഷൻ തന്നെയാണ് വരേണ്ടത്. ബൈനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടാണ് അക്യുമുലേഷൻ. ഇനി അവിടെ നോക്കുന്ന സമയം എന്താണ്, ഇവിടെ കോൺഫ്ലിക്റ്റ് ആയി, അല്ല സോറി, അക്യുമുലേഷൻ തന്നെ അടുത്ത് വേറെ ഏതെങ്കിലും നോക്കാം. അക്യുമുലേഷൻ അല്ലാതെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അക്യുമുലേഷൻ മാറി അവിടെ ഡിസ്ട്രിബ്യൂഷൻ വരും. ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ എന്താണ്, അത് സെൽ സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. ബൈയിലേക്ക് പോകുമ്പം അക്യുമുലേഷൻ തന്നെ ആവണം. ഇപ്പോൾ ഇവിടെ കണ്ട സ്ട്രോങ് സപ്പോർട്ടായി കേട്ടാ, മാർക്കറ്റ് ഇവിടെ നിന്ന് എക്സിറ്റ് ആയി കേട്ടാ. അതായത് സെന്റിമെന്റിൽ അക്യുമുലേഷൻ ആണെങ്കിൽ അത് ബുള്ളിഷിലേക്ക്, നമുക്ക് ഒരു ബൈ സിഗ്നലിൽ അത് പോസിറ്റീവ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ സെൽ സിഗ്നലിലേക്കും. ന്യൂട്രൽ ആണെങ്കിൽ രണ്ടിലേക്കും ഇല്ല. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയത്. ഏതാ സെന്റിമെന്റ് ഹണ്ടിങ് ആണെങ്കിൽ എത്ര മിനിറ്റിൽ ഹണ്ടിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഏത് ഏരിയയിലേക്ക് മാർക്കറ്റ് മാറുന്നത് ആ ഏരിയയിലേക്ക് പെട്ടെന്ന് മാർക്കറ്റ് ഉണ്ടാവും, അഗ്രസീവ് മൂവ്മെന്റ് കാണിക്കും. 30 മിനിറ്റ് ഇതാ ഹണ്ടിങ് ആയി, ഇൻസ്റ്റിറ്റ്യൂട്ട് ബയേഴ്സ് അവിടെ ലോഗിങ് ആയി, അതാ അഗ്രസീവ് കാണിക്കുന്നു. ആ ഏത് ഏരിയയിലൊക്കെ മാർക്കറ്റിൽ അവിടത്തേക്ക് മാർക്കറ്റ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറും ഹണ്ടിങ് ആണെങ്കിൽ. ഓക്കെ, അതാണ് അതിൽ വരുന്ന കാര്യങ്ങൾ. ചോദിക്കാട്ടെ, അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാർക്കറ്റ് ഫ്ലോ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു ഉദാഹരണമൊക്കെ ഞാൻ പറഞ്ഞുതരും എന്തൊക്കെയാ വരേണ്ടതെന്നുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരും.
സെന്റിമെന്റ് കഴിഞ്ഞിട്ടുള്ള അക്യുമുലേഷൻ. അതായത് അക്യുമുലേഷൻ ഇവിടെ നോക്കിയാൽ മതി. അതായത് മാർക്കറ്റ് ഫ്ലോ കണ്ടീഷനെ മനസ്സിലാക്കാനാണ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടത്. ഒരു ബൈ സിഗ്നൽ വന്നു, ഒരു ബുള്ളിഷ് സിഗ്നൽ വന്നാൽ അവിടെ അക്യുമുലേഷൻ ആണെങ്കിൽ ആ ബൈനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ബൈ സിഗ്നൽ വന്നിട്ട് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ സെല്ല് സപ്പോർട്ട് ചെയ്യുന്നതാണ്. മനസ്സിലാക്കിയാൽ മതി. ന്യൂട്രൽ ആണെങ്കിൽ അവിടെ വലിയ ആക്ടിവിറ്റി ഇല്ല. അക്യുമുലേഷൻ ആവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതല്ല ഹണ്ടിങ് ആണെങ്കിൽ ഇപ്പം ബൈയിലേക്കായിരിക്കും സിഗ്നൽ ഉണ്ടാവില്ല. മാർക്കറ്റ് സ്റ്റാറ്റസ് ബൈ ആയിരിക്കും. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഒറ്റ മൂവ്മെൻ്റ് ആയിരിക്കും. ഇത്രയും മനസ്സിലാക്കണ്ടോ? മനസ്സിലാവും. 2 പ്രാവശ്യം നമുക്ക് ഇതാകുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇത് കാണിച്ചു തരാം അത്. ഓക്കെ. ഹലോ സാറേ, ആ ഇപ്പൊ കുറച്ച് മുമ്പേ ഈ BTC USD ഇതേപോലെ സ്ട്രോങ് ബൈയും STR എൻട്രും ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സ് ഒക്കെ ലോഗിൻ ആയിരുന്നു. പക്ഷെ അത് ആ ഒരു ക്യാൻഡിൽ പോയി എന്നല്ലാതെ പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. എക്സിറ്റ് ആയി. അവിടെ നിന്ന് ആ ക്യാൻഡിലോട് കൂടി എക്സിറ്റ് ആയി. അതായത് മാർക്കറ്റ് ഇവിടെ നിന്നാണ് ആ ബൈ വന്നത്. നമുക്ക് ഈ മാർക്കറ്റ് BTCയിൽ വന്നത് ഇവിടെ നിന്നാണ്. ഏകദേശം 4:30 വന്ന എൻട്രിയാണ്, സ്ട്രോങ് എൻട്രി. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈസ് ഇവിടുന്ന് എൻട്രി ചെയ്തതാണ്. ഈ ഓരോ ഏരിയയിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈസ് എൻട്രി ആയിട്ടുണ്ട്. ST എൻട്രി കണ്ട ഇവിടെ നിന്നൊക്കെ എൻട്രി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട BTC ഇവിടെ INS എക്സിറ്റ് ആയി. ഈ ഏരിയയിൽ നിന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈസ് എൻട്രി ആയി. ഇവിടുന്ന് ഒരു ടീം എക്സിറ്റ് ആയി, അടുത്ത ടീം എൻട്രി ആയി, എക്സിറ്റ് ആയി. ഇവിടെയൊക്കെ എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈസ് എൻട്രി ആയി. ആ ക്യാൻഡിൽ അവിടെ നിന്നായി എക്സിറ്റ് ആയി, ഫൈനലായി. നമ്മളിപ്പോൾ ഗോൾഡിൽ സംഭവിച്ചാൽ എടുത്തത്. സാറി ഇപ്പോ BTC USD അതൊന്നും എടുക്കാവോ? ഞാൻ ഒരു മിനിറ്റ് ഞാൻ 5 മിനിറ്റിലാണ് നേരത്തെ കാണിച്ചത്. BTC USD എടുത്തത് ഇവിടെ കണ്ട 20-30 കണ്ടില്ലേ? ഞാൻ പേപ്പർ ട്രേഡിംഗിലാണെങ്കിലും അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയായിരുന്നു. ഓക്കെ, BTC അല്ലേ ഇതല്ലേ? അതെ. ഇവിടുന്ന് ഞാൻ ബൈ ചെയ്തു. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ പോയി എന്നല്ലാതെ, ഫസ്റ്റ് ക്യാൻഡിൽ പോയി എന്നല്ലാതെ പിന്നെ മുകളിലോട്ട് പോയല്ലേ. പിന്നെ ഈ ട്രേഡ് കണ്ട, ഈ ട്രേഡിന് 5% റിസ്ക് ഉണ്ട്. അപ്പോൾ എൻട്രി എടുക്കാം, റിസ്ക്. പക്ഷെ എൻട്രി 5% മേലുള്ള എൻട്രി എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഈ ക്യാൻഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈസ് എൻട്രി ആയിട്ടുണ്ടെങ്കിൽ ഇത് കയറും. ഇത് ബാക്കി ഇതെല്ലാം പോസിറ്റീവാണ്. ഇത് ബുള്ളിലേക്ക് പോകാൻ പോസിറ്റീവ് തന്നെയാണ്. ഒരു എൻട്രി എടുത്തിട്ട് എന്താക്കുക, 2% റിസ്ക് കീപ്പ് ചെയ്തുകൊണ്ട് എൻട്രി എടുത്തിട്ട് അത് പ്ലേസ് ചെയ്യാൻ പറ്റും. 2% വെക്കുക, എൻട്രി എടുക്കുക, TP3 ഇത് പ്ലേസ് ചെയ്യുക. അത് പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണെന്ന് റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഗോൾഡ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. ഗോൾഡ് ഇറങ്ങലായി. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ എക്സിറ്റായി. ഗോൾഡ് ഇറങ്ങുന്നുണ്ടെങ്കിൽ BTC പമ്പ് ചെയ്യും. BTC ഹൈയിലാണ് ഉള്ളത്. ഇത് മാർക്കറ്റ് കയറും. പറയാനുള്ള കാരണം ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ്, ഈ ഒരു പ്രീവിയസ് ഏരിയക്ക് ബ്രേക്ക് ചെയ്താ കയറില്ല, മാർക്കറ്റ് കയറും. ഈ ഏരിയ മാർക്കറ്റ് കയറും, BTC കയറും, ഷുവറായിട്ട് കയറും. ഓക്കെ, INS ലോഗിങ് കാണിച്ച് അവിടെ ഏരിയ കയറും. അപ്പോൾ ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യാം ബാക്കി. ഓക്കെ, അപ്പം സെന്റിമെന്റ് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് പറയാം. മാർക്കറ്റ് ഫ്ലോ, യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത STA ആക്ഷൻ. നമ്മളിപ്പോൾ ഈ സംസാരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സും കാര്യങ്ങളാണ് STA ആക്ഷൻ. ഓക്കെ, അതായത് STA ആക്ഷൻ വന്നു കഴിഞ്ഞാൽ INX ലോഗിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇവിടെ എന്തായി? ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സ് എൻട്രി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് കയറലായി. നിങ്ങൾ നോക്കുന്ന സമയം ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സ് ഒരു ക്യാൻഡിൽ എൻട്രി ആകുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് കയറും. ഇവർ എക്സിറ്റ് ആകുന്ന പോയിന്റിൽ നിന്ന് എക്സിറ്റ് വരികയും ചെയ്യും. INS എക്സിറ്റ് കാണിച്ചാൽ എക്സിറ്റ് ആയിക്കോളാം. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കറക്റ്റ് ഉദാഹരണമാണ് നമുക്ക് വന്നത്. ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ബൈ സെറ്റപ്പിനെ പോസിറ്റീവ് ആണ് എന്തെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സ്. അതായത് ഉദാഹരണം, സ്ട്രോങ് ബൈയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സ് ലോഗിങ് ആണെങ്കിൽ കറണ്ട് മൂവ്മെന്റിനേക്കാൾ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് എന്താവും? നല്ല മൂവ്മെന്റ് മേലിലേക്ക് വരും. അതേപോലെ അതേ ഇതിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈ എക്സിറ്റ് ആവുകയാണെങ്കിൽ നിലവിലെ ബൈ പൊസിഷൻ എന്നാക്കണം, അത് അവിടെ എക്സിറ്റ് ആവണം. വാണിംഗ് ആണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സ് എൻട്രി ആയിക്കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് വന്നാൽ അവിടെ നിന്നാണ് STA എക്സിറ്റ് വരും. അവിടുന്ന് സ്പോട്ടിൽ മാർക്കറ്റിൽ നിന്നാവണം നിങ്ങൾ എക്സിറ്റ് ആവണം. ഓക്കെ അല്ലത്?
ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സിൻ്റെത്. യെസ്, ഓക്കെ ഓക്കെ. മൈക്ക് ഓപ്പൺ ആക്കി സംസാരിക്കാം കേട്ടോ. ഒക്കെ പറയുന്നവർക്കൊക്കെ മൈക്ക് ഓപ്പൺ ആണ്. ഒരു TP1 എത്തി. ഈ ട്രേഡ് എടുത്തവരുണ്ടെങ്കിൽ മെല്ലെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് TP3 എത്തും, മേലിലേക്ക് പോകും, 2 എത്തും, അടുത്തൊരു സപ്പോർട്ട് വരെ പോകും മാർക്കറ്റ്. ഇതാ റൈസിങ് ആണ്, വെയിലാക്ട് റൈസിങ് ആയ അഗ്രസീവാണ്, മോഡ് അഗ്രസീവാണ്, പോകുന്നുണ്ട്. ആരെങ്കിലും എടുത്തില്ല? എൻട്രി എടുത്തിന് ആരെങ്കിലും? ഞാൻ നേരത്തെ കണ്ടപ്പോൾ എടുത്തായിരുന്നു, പിന്നെ താഴോട്ട് വന്ന് ഞാൻ ചെറിയ ധൈര്യമായി എടുത്തോ, താഴെ പോകുന്നില്ല, ടെൻഷൻ വേണ്ടാന്ന്. അമൂല്യയുടെ ഇടം വരെ പോണ്ടത് താഴേക്ക്. ഇതിപ്പോ ഇനിയിപ്പോ ഇനി വേണ്ട, അത് കഴിഞ്ഞു സമയൊക്കെ. ഞാൻ സംസാരിക്കുന്നൊരു സമയമുണ്ട് ഉണ്ടായി. ഓക്കെ, അപ്പോൾ അത് ഇനി എടുക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ST ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതാണ് നമ്മളെ വോളിയം പ്രഷർ. വോളിയം പ്രഷറിൻ്റെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരുന്നു. അതായത് വോളിയം പ്രഷർ മാർക്കറ്റ് ക്യാൻഡിലിനെ ഉണ്ടാക്കുന്നതാണ്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ വാല്യൂ അത് 5 മിനിറ്റിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഉപയോഗിക്കുന്ന വോളിയം പ്രഷർ നിലവിൽ നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയം അത് ബൈ സെറ്റപ്പ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബൈ സൈഡിലേക്ക് വോളിയം സപ്പോർട്ട്, അതായത് കറണ്ട് മൂവിനെ എൻട്രി എടുക്കുന്ന സമയം ബൈ സൈഡിലേക്ക് വോളിയം സപ്പോർട്ട് ഉണ്ടായാൽ അത് പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായ? അതായത് നിങ്ങൾ എടുക്കുന്ന സമയം, ഒരു ബൈ എടുക്കുന്ന സമയം ഇത്രയും മനസ്സിലാക്കാണ്ട്. നിങ്ങൾ ബൈ എടുക്കുന്ന സമയം ഒരു വോളിയം പ്രഷർ, മാർക്കറ്റിൻ്റെ ആ ക്യാൻഡിലിൻ്റെ വോളിയം പ്രഷർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയാൽ മതി, വേറെ ഒന്നുമില്ല. അത് ബുള്ളിഷിലേക്ക് എടുക്കുമ്പോൾ എന്താവണം? ആ വോളിയം പ്രഷർ ഗ്രീനിലേക്ക് ഉണ്ട്, അത് പോസിറ്റീവ്. അത് സ്റ്റാർട്ടിങ് നോക്കുന്ന സമയം റെഡിലേക്കാണെങ്കിൽ അത് താഴേക്ക് പോകണം. വോളിയം പ്രഷർ അത്രയും നോക്കണ്ടോ? ഇതിപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ കണ്ട, ഇത് റെഡ് ആകുന്നുണ്ട്, ഗ്രീൻ ആകുന്നുണ്ട്. അത് ആ ഒരു 5 മിനിറ്റിൽ അതിൽ നടക്കുന്ന പ്രഷറാണ്. ക്യാൻഡിൽ ഗ്രീൻ ആണ്, ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ നമ്മൾ എന്നാക്കണ്ടു നോക്കേണ്ട ആവശ്യമുള്ളൂ. ക്യാൻഡിൽ നിലവിൽ റെഡാണ്, അല്ല സോറി ഗ്രീൻ ആണ്, അപ്പോൾ പ്രശ്നമില്ല. അത് എവിടത്തേക്ക് തന്നെയാണ്? ബൈ സൈഡ് തന്നെയാണ്. ക്യാൻഡിൽ മാറി റെഡ് ആകുന്നുണ്ടെങ്കിൽ അത് നോക്കാം. വോളിയം പ്രഷർ ഇത് കണ്ടോ? അപ്പോൾ അതൊന്നും സൂക്ഷിച്ചാൽ മതി ആ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇത് എവിടെ? അപ്പോൾ ഇത് റെഡാണ്, അല്ല ഗ്രീൻ ആണ് എന്നുള്ള ക്യാൻഡിൽ. ഇവിടെ ബിയറിഷ് വോളിയം പ്രഷർ കാണിക്കുന്നുണ്ട് റെഡായിട്ട്. അവൻ ഇവിടെ എന്താവണം? ഇവിടെ ഇപ്പോൾ ഗ്രീനിൽ സോറി നേരത്തെ പറഞ്ഞു. ഇത് കണ്ടോ? അപ്പോൾ ഇവിടെ വോളിയം, ഇത് ക്യാൻഡിൽ ഗ്രീൻ ആണ്, വോളിയം പ്രഷർ എന്താണ്? റെഡാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, ക്യാൻഡിൽ ഗ്രീൻ ആണല്ലോ ബൈയിലേക്കുള്ളത്. അപ്പോൾ വോളിയം പ്രഷർ അത് ആ 5 മിനിറ്റിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പോൾ അത് നോക്കിയത് എടുക്കുന്ന സമയം ഒരു 50% ഉണ്ടായാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ കണ്ട നിങ്ങൾ എടുക്കുന്ന സമയം ഇങ്ങനെ 100 ഒക്കെ ആണെങ്കിൽ നല്ല വോളിയം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി ആ സൈഡിലേക്ക്. അത്രയേ ഉള്ളൂ വോളിയം പ്രഷർ എന്ന് പറഞ്ഞാൽ. കൂടുതലൊന്നുമില്ല. കൂടുതൽ നിങ്ങൾ എന്താണ്ട് ആവശ്യമില്ല, തല ഉണ്ടാക്കണ്ട വോളിയം പ്രഷറിനെ ഇതാക്കിയിട്ട്. അടുത്തതാണ് വെയിലാക്ട് എന്ന് പറയുന്നത്. എന്താണ് വെയിലാക്ട്? ആ വെയിലാക്ടിൽ വരുന്ന കാര്യങ്ങൾ. വെയിലാക്ട് അതായത് വലിയ മാർക്കറ്റിലെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. മാർക്കറ്റിലെ വലിയ ആക്ടിവിറ്റീസ് സ്റ്റേബിൾ ആണെങ്കിൽ അവിടെ വെയിലാക്ടിൻ്റെ ബോക്സിൽ ഇവിടെ നമ്മളിപ്പോൾ വെയിലാക്ട് എന്താണ്? ഇവിടെ വെയിലാക്ട് സ്റ്റേബിൾ ആണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, വെയിലാക്ട് നിലവിൽ സ്റ്റേബിൾ ആണെങ്കിൽ എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്? എന്താ? മാർക്കറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ വലിയ ഒന്നുമില്ല, ആക്ടിവിറ്റി കാര്യമൊന്നും ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ സൂചനയാണ്. ബാക്ക് എൻഡിൽ വലിയൊരു ആക്ടിവിറ്റി ഒന്നും ഇല്ല, നോർമലാ. ഓക്കെ, അത് മനസ്സിലായില്ലേ? വെയിലാക്ട് സ്റ്റേബിൾ ആണെങ്കിൽ ഇപ്പോൾ ആ ബൈയിൽ വലിയ ആക്ടിവിറ്റി ഇല്ല, നോർമലായിട്ടേ കയറും. ഓക്കെ, അവിടെ റൈസിങ് ആണെങ്കിൽ ആ ബൈനെ സപ്പോർട്ട് ചെയ്യും. വെയിലാക്ട് റൈസിങ് ആണെങ്കിൽ ആക്ടിവിറ്റി വർദ്ധിക്കുന്നു, ബൈ സൈഡിനെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ അഗ്രസീവ് ആണെങ്കിൽ വെയിലാക്ട് അവിടെ അഗ്രസീവായി കാണുകയാണെങ്കിൽ അതിനെ സെൽ സൈഡ് സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? റൈസിങ് വന്നു കഴിഞ്ഞാൽ ആരെ സപ്പോർട്ട് ചെയ്യും? ബൈ സൈഡിനെ സപ്പോർട്ട് ചെയ്യും. അഗ്രസീവ് ആണെങ്കിൽ അത് സെൽ സൈഡിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ആണോ?
ഓക്കെ ആണോ വെയിൽ ആക്ടിവിറ്റി? യെസ്, ഈസിയാണ്. കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെ ഓക്കെ വെയിൽ ആക്റ്റീവ് സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അവിടെ വലിയ ആക്ടിവിറ്റി ബാക്കിൽ നടക്കുന്നില്ല. ആ രീതിയിൽ സിമ്പിളായി മനസ്സിലാക്കുക. റൈസിങ് ആണെങ്കിൽ എന്താണ് വെയിൽ ആക്ടിവിറ്റി? റൈസിങ് ആണെങ്കിൽ ഓക്കെ അതാ ഒരു ആക്ടിവിറ്റി, ബൈയിലേക്ക് ഒരു ആക്ടിവിറ്റി മാർക്കറ്റിൽ ബാക്ക് എൻഡിൽ വന്നു. അഗ്രസീവ് ആണെങ്കിൽ സെല്ലാറ്റിയിലൊക്കെ ഒരു ആക്ടിവിറ്റി മാർക്കറ്റിലേക്ക് ഫോം ആയി എന്നുള്ളതാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്, ഈ വെയിൽ ആക്ടിവിറ്റി. ഓക്കെ, അതാണ് വെയിൽ ആക്ടിവിറ്റിയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കാനുള്ളത്. ഇനി അടുത്തതാണെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് വെയിൽ ആക്റ്റീവ്. ഓക്കെ അല്ലേ? അതെ സാറേ. ഓക്കെ, വെയിൽ ആക്ടിവിറ്റി ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റേബിൾ കാണിക്കുമ്പോ എന്തായിരുന്നു? സ്റ്റേബിൾ ആണെങ്കിൽ അവിടെ ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല, ഒരു ആക്ടിവിറ്റിയും ഇല്ല ബാക്കിൽ. അത് അഗ്രസീവ് ആണ്ടിക്കല്. യെസ്, ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല, നോർമലാണ്. അല്ല, സ്റ്റേബിളിൽ നിന്ന് മാറിയിട്ട് വരുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി നടക്കുക. സ്റ്റേബിളിൽ നിന്ന് മാറിയിട്ട് എന്താവണോ? റൈസിംഗിലേക്കാണെങ്കിൽ അത് ബുള്ളിഷിലേക്കുള്ള ആക്ടിവിറ്റിയാണ്. ബിയറിഷിലേക്കാണെങ്കിൽ അഗ്രസീവ് ആവും. അഗ്രസീവ് കാണിക്കും. വെയിൽ ആക്ട് എന്നുള്ളടത്ത് അഗ്രസീവ് കാണിക്കും അല്ലേ? യെസ് യെസ്, വെയിൽ ആക്ട് മാറിയിട്ട് അവിടെ അഗ്രസീവ് ആവും. അത് ബിയറിഷിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതാണ് അതിലെന്താക്കണത്, നോക്കേണ്ടത്. ബുള്ളിഷിനെയും ബിയറിഷിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, വെയിൽ ആക്ടിവിറ്റി ഓക്കെ അല്ലേ? അത് മനസ്സിലായില്ലേ? അടുത്തത് നോക്കാനുള്ളതാണ് റിസ്ക് സ്കോർ. റിസ്ക് സ്കോർ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ് റിസ്ക് സ്കോർ എന്ന് നോക്കാം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിസ്ക് സ്കോർ. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കാം റിസ്ക് സ്കോർ. എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, റിസ്ക് സ്കോറിന് ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ്. റിസ്ക് സ്കോറിന് എന്താക്കാം? ഓക്കെ അല്ലേ? കാണുന്നുണ്ടല്ലോ റിസ്ക് സ്കോറിൻ്റെ. ഇപ്പം എല്ലാവരും എത്രയാണ് റിസ്ക് എടുക്കൽ സാധാരണ മാർക്കറ്റിൽ? റിസ്ക് എടുക്കുന്ന ഏരിയ എത്രയാണ് എല്ലാവരും? മാക്സിമം എടുക്കാൻ പറ്റുന്നത് 4 വരെ എടുക്കാം. ഓക്കെ, അതിൽ കാണിക്കുന്ന ഏരിയ ആയിരിക്കണം റിസ്ക്. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. 1 മിനിറ്റ് എല്ലാവരും ഉണ്ടോ? ഒരു അർജന്റ് കോൾ ഉണ്ടതാണ്. 1 മിനിറ്റ്. ഹലോ, ഞാൻ ഇന്ത്യയിലേക്ക് പൈസ ഇന്ത്യയിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന്. ഞാനൊരു മീറ്റിങ്ങിലുള്ളത്. ഞാൻ ഇടാന്ന് എടുക്കട്ട്. 1 മിനിറ്റ് ഇടാന്ന്. നീ നിന്റെ മൊബൈലൊന്നോ എന്റെ മൊബൈലിൽ കിട്ടിയത് അക്കൗണ്ട്. ഹലോ, ഓക്കെ. അപ്പോൾ റിസ്ക് സ്കോർ നമുക്ക് വെക്കേണ്ടത് മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1%. ആ റിസ്ക് സ്കോറിൻ്റെ ബോക്സിൽ നമുക്ക് മാക്സിമം, അതായത് ഇപ്പോൾ റിസ്ക് സ്കോർ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ട്രേഡിലേക്ക് കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയം ഇപ്പോൾ എത്രയാണ് റിസ്ക് ഉള്ളത്? 5% ആണ്. ഇത് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 5% ആണ് നമുക്ക് റിസ്ക് ഉള്ളത്. മാക്സിമം റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് 1% ആണ്. മാക്സിമം 3% ട്രേഡിൽ റിസ്ക് എടുക്കാം, കുഴപ്പമില്ല. 3% ഒരു ട്രേഡിൽ നമുക്ക് എന്താക്കാം, റിസ്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ ഇവിടെ എന്താക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒരു ട്രേഡിൽ എത്ര എടുക്കാം? 4% അബോവ് അവിടെ റിസ്ക് കാണിക്കുകയാണെങ്കിൽ എന്താക്കണ്ട, അവിടെ റിസ്ക് ആ ട്രേഡേ എടുക്കണ്ട, അവോയ്ഡ് ചെയ്യാം. ട്രേഡ് എടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡൗട്ടുള്ളവർ ചോദിക്കട്ടെ, റിസ്ക് വെക്കുന്നത് എങ്ങനെയാണ്? റിസ്ക് സ്കോറിൻ്റെ കാര്യത്തിൽ ഡൗട്ടുള്ളവർ ചോദിക്കാം.
ചോദിക്കാം, റിസ്കിന്റെ കാര്യത്തിൽ ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോ ട്രേഡ് നമ്മൾ എടുത്തിരിക്കുവാണെങ്കിൽ അത് പ്രശ്നമല്ലല്ലോ. എടുത്തിരിക്കാം. ആ TP2 TP3 അടിക്കുന്ന വരെ പോകാമല്ലോ. പോവാ, കുഴപ്പമൊന്നുമില്ല. ട്രേഡ് എടുക്കുന്ന സമയം റിസ്ക് കീപ്പ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് മാക്സിമം 3% അവിടെ കാണിക്കും, മാക്സിമം 3%. അവർ ഏകദേശം ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1,00,000 ഉള്ളവർ ആദ്യം 1000 കീപ്പ് ചെയ്യുക, 2003 4% മേലെ വരുന്ന ട്രേഡ് അവോയ്ഡ് ചെയ്യുക, എടുക്കുകയേ വേണ്ട. അത് കമ്മിറ്റ്മെന്റ് ചെയ്യേ വേണ്ട. ആ ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് 4% മേലെ വരുന്ന ട്രേഡ്. ഓക്കെ അല്ലേ? അത് റിസ്കിന്റെ നമുക്ക് ഓക്കെ അല്ലേ കാര്യങ്ങള്? ഓക്കെയാണ് സാറേ, ഓക്കെയാണ്. റിസ്ക് വെക്കേണ്ട കാര്യങ്ങൾ ഓക്കെയാണ്. അടുത്തതാണ് സേഫ്റ്റി കാർഡ്. നമ്മളെ സേഫ്റ്റി കാർഡ് എന്ന് പറഞ്ഞ ബോക്സിൽ അതിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളെ ട്രെൻഡിൽ വരുന്നതാണ്. അതായത് ഓൾമോസ്റ്റ് 8ാമതാണ് സേഫ്റ്റി കാർഡ്. എന്തുകൊണ്ട് സേഫ്റ്റി കാർഡ് അവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റി കാർഡ് എന്തിനാണ് അവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റി കാർഡ് വരുമ്പോൾ അതായത് ബൈ സൈഡിലേക്ക് എടുക്കുന്ന സമയം, ഒരു ബുള്ളായിക്കോട്ടെ, ഒരു ബുള്ള് സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുക്കുന്ന സമയം അവിടെ എന്താണ് സേഫ്റ്റി കാർഡ് സെക്യൂർ ആവണം. പിന്നെ ബുള്ളിലും സെല്ലിലും സേഫ്റ്റി കാർഡ് എപ്പോഴും സെക്യൂർ ആയിരിക്കണം. അതല്ലാതെ നമ്മൾ ഒരു എൻട്രി എടുക്കുന്ന സമയം അവിടെ എന്താണ് സെക്യൂർ അല്ലെങ്കിൽ, എൻട്രി എടുക്കുന്ന സമയം സെക്യൂർ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഡേഞ്ചർ ആണെങ്കിൽ ആ ട്രേഡ് എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ട്രേഡ് എടുക്കണ്ട, ഡേഞ്ചർ ആണെങ്കിൽ ആ ട്രേഡ് കമ്മിറ്റ്മെന്റ് ചെയ്യേ വേണ്ട. നമ്മൾ എടുത്തോറിനെ സെക്യൂർ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ വരുന്നതിന്റെ പകുതി ആയപ്പോൾ തന്നെ അത് ഡേഞ്ചറിലേക്ക് പോയി എന്ത് ചെയ്യും? ഒരു ക്യാൻഡലിന്റെ പകുതി എടുക്കുന്ന സമയം, അതായത് അവിടെ ഇപ്പൊ സെക്യൂർ ആണെങ്കിൽ അതെന്താക്കാം, ആ സ്പോട്ടിൽ അതായത് എടുക്കാം. അതിനുശേഷം മൊമെന്റ് ആ ഡേഞ്ചർ മാറിയതിനെ കൊണ്ട് കുഴപ്പമില്ല. അത് ഇന്റലിജൻസ് ബോക്സ് ആണിത്. അത് വെയിറ്റ് ചെയ്യുക, എടുക്കുക. നിങ്ങൾ കറന്റ് മൂമെന്റിൽ എന്താണ് നോക്കുക. ചില ബാക്കിയൊക്കെ കാര്യങ്ങൾ ഓക്കെ ആയിട്ടാണ് വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, പാസ് ചെയ്ത് വരുന്നത്. അപ്പം അത് നോക്കിയാൽ, അതായത് ബൈ സൈഡിലേക്കും സെൽ സൈഡിലേക്കും എന്താവണം, നമുക്ക് സെക്യൂർ ആവാന്നുള്ളതാണ്. ഓക്കെ, അത് ഓക്കെ ആണല്ലോ? ഒന്ന് പറയാ, ഓക്കെ ആണോ ഇല്ലയോ എന്ന് പറയാം കാര്യങ്ങൾ. ഓക്കെയാണ് സാറേ, ഓക്കെയാണ്. ബോക്സിന്റെ വലിപ്പം ബോക്സിന്റെ വലിപ്പം വലിപ്പം കൂട്ടാം. സാറേ ഈ PDF ഷെയർ ചെയ്ത് തരൂലേ? ഷെയർ ചെയ്യും. ഈ PDF ഷെയർ ചെയ്ത് തരും. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് Z-സ്കോറിൻ്റെതാണ്. അതിലുള്ളതാണ് Z-സ്കോർ എന്ന് പറയുന്നത്. അപ്പം ഈ Z-സ്കോർ വരുന്ന സമയം അതിൽ നോക്കേണ്ട കാര്യങ്ങൾ, അതായത് മാർക്കറ്റ് സ്റ്റാറ്റസ് ബുള്ളിഷിൽ നിൽക്കുന്ന സമയം Z-സ്കോർ എപ്പോഴും എന്താണ് പ്ലസ്സിലേക്കാണ് ആവേണ്ടത്. ബുള്ളിഷിൽ നിൽക്കുന്ന സമയം Z-സ്കോർ പ്ലസ്സിലേക്കും, അതായത് പോസിറ്റീവാണ്. ബിയറിഷിലാണെങ്കിൽ അതെന്താവണം, അത് മൈനസിലേക്ക് വരും. അപ്പോൾ പല സിറ്റുവേഷനിലും നെഗറ്റീവിലേക്ക് വരും. അതായത് പല സിറ്റുവേഷൻ നിങ്ങൾ നോക്കുന്ന സമയം, അതായത് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെ ആയിരിക്കും, അതായത് ക്യാൻഡിലൊക്കെ ഗ്രീൻ തന്നെ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, മാർക്കറ്റ് ഉണ്ടാവും താഴേക്ക് മെല്ലനെ. നമ്മൾ Z-സ്കോർ നോക്കുന്ന സമയം അത് ബിയർ സൈഡിലേക്ക് വരുന്നു. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ അത് വേണ്ട. അതായത് ബാക്ക് എൻഡിലെ ആക്ടിവിറ്റി കൂടുതൽ നടക്കുന്നത് ബിയറിൻ്റെതാണ്. ഫോറക്സില് ഗോൾഡില് മൈനസിലേക്ക് വരുന്നുണ്ട്. യെസ്, അപ്പൊ തന്നെയാണ്. അതായത് മൈനസിലേക്ക് വരുമ്പോൾ അവിടെ ബിയർ ആക്ടിവിറ്റി നടക്കുന്നുള്ളതാണ് നമ്മൾ എന്താക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവ് ആവണം. Z-സ്കോർ പോസിറ്റീവിലേക്ക്
എൻട്രിയുടെ സമയത്ത് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം മാറ്റിയേ വേണ്ട. വേണ്ട വേണ്ട വേണ്ട. കാരണം നമ്മൾ മറ്റേ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വാല്യൂസ് എല്ലാം മാറും. അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻ ആവുമല്ലോ. നമ്മൾ 5 മിനിറ്റ് മാത്രം എടുക്കാം. 5 മിനിറ്റ് മാത്രം കണക്ട് ചെയ്താൽ മതി. ഫോളോ ചെയ്യുക. നമ്മൾ ഇടയ്ക്ക് വരെ കൺഫർമേഷൻ അങ്ങോട്ടും ഒന്നും പോണ്ട. വേണ്ട വേണ്ട വേണ്ട. 5 മിനിറ്റ് മാത്രം ഫോളോ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ സെറ്റ് സ്കോറിൻ്റെത് കാര്യങ്ങളെന്നാക്കുന്നത് അവിടെ കറക്റ്റ്ലി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ വരുന്നതാണ് സ്റ്റേബിൾ ഡോം. സ്റ്റേബിൾ ഡോമിൽ വരുന്നത് മാർക്കറ്റിൻ്റെ, അതായത് മാർക്കറ്റ് സ്റ്റേബിളാണ്, എന്താണ് കാര്യങ്ങൾ, മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ്. അതായത് ഇപ്പോൾ നോർമൽ ആണെങ്കിൽ സ്റ്റേബിൾ ഡോം നോർമൽ പോസിറ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് എന്താണ് കാര്യങ്ങൾ പോസിറ്റീവാണ്. അതായത് അവിടെ നമുക്ക് അവിടെ വരുത്ത്, അതായത് മാർക്കറ്റിൽ ഒരു ബുള്ളിഷിലേക്കാണെങ്കിൽ സ്റ്റേബിൾ ഡോം എന്താണ് ഇവിടെ സെറ്റപ്പ്, അതായത് പ്രൈസിങ് റിസ്ക് ആവും. സ്റ്റേബിൾ ഡോം ബുള്ളിഷിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് റൈസിങ് റിസ്ക് വരുന്നത് ഡൗണിലേക്ക് വരുമ്പോഴാണ്. യെസ്, അതായത് ഇപ്പോൾ റൈസിങ് റിസ്ക് ഇവിടെയാണ്, ഡൗണിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഇവിടെ റൈസിങ് റിസ്ക് ആവും. മാർക്കറ്റ് മേലിലേക്ക് വരുന്ന സമയം അവിടെ എന്താവും, അവിടെ ഫാളിങ് സേഫ് ആവും. ഓക്കെ, അതാണ് സ്റ്റേബിൾ ഡോമിൽ വരുത്തും. ഇപ്പോൾ റൈസിങ് റിസ്ക് ആണ് കാണിക്കുന്നത്, അതിൻ്റെ അർത്ഥം മേലിലേക്ക് റിസ്കി എലമെന്റ് എന്നാണ് അവിടെ കാണിക്കുന്നത്. റിസ്ക് റൈസ് ചെയ്യാണ്, മറ്റേടത്ത് സേഫ് ആണ്. സേഫായിട്ട് ഫാളിയാണ്. യെസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് റിസ്ക് റൈസ് ചെയ്യാണ്, റിസ്ക് ഫാൾ ചെയ്യാണ്, വേറെ ഒന്നുമില്ല. യെസ്, റിസ്ക് അതന്നെയാണ് പറ. യെസ്, ഞാൻ അതിലേക്ക് ചേഞ്ച് പോകുന്നില്ല. നീ വെറുതെ തന്നെ ടൂൾ ബോക്സ് ഒന്ന് വലുപ്പാക്കണേ. ടൂൾ ബോക്സ് കാണുന്നില്ല. അല്ല, കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, അത് നോക്കി നോക്കാം. പൾസിന്റെ സെറ്റിംഗ്സിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റേബിൾ ഡോം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെയാണ് ട്രാപ്പ് ചെക്ക്. അവിടെ രണ്ട് കാര്യങ്ങളല്ല. നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയം അവിടെ ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ ആണെങ്കിൽ അവിടെ ട്രേഡ് എടുക്കണ്ട. ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ ആണെങ്കിൽ അവിടെ എന്താക്കേണ്ട ആവശ്യമില്ല, ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അവിടെ വാലിഡ് ആയിരിക്കണം. 2 സമയം അവിടെ വാലിഡ് ആയിരിക്കണം. ബുൾ ട്രാപ്പിലും ബിയർ ട്രാപ്പിലും അവിടെ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. അത് നോക്കാം. ഡെൻസിറ്റി കൂടുന്നതോടത്തോളം അത് പോസിറ്റീവാണ്. മാർക്കറ്റിൽ ഡെൻസിറ്റി കൂടിയാണ് വേണ്ടത്. ഓക്കെ, ഡെൻസിറ്റി മാർക്കറ്റിൽ എന്താണ് വേണ്ടത്, നമുക്ക് ഇൻക്രീസ് ആവുകയാണ് വേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ല. അപ്പോൾ ഞാനതിൻ്റെ ഒരു PDF അയച്ചു തരും. ആ PDF ജസ്റ്റ് ഓരോ കാര്യങ്ങളൊന്ന് വാച്ച് ചെയ്യുക. നമുക്കത് എന്താക്കാം, 1 by 1 ആയിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ അല്ലേ സാറേ? ഒരു ഡൗട്ട് ഉണ്ട്. സ്റ്റേബിൾ ഡോമിന്റെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരോ? സ്റ്റേബിൾ ഡോം അതായത് മാർക്കറ്റ് ബൈ ആണെങ്കിൽ, ബുള്ളിഷിലാണെങ്കിൽ ഫാളിങ് സേഫ് ആവും, ഇതേപോലെ വരും. ബിയറിഷിലാണെങ്കിൽ മാർക്കറ്റ് ബിയറിഷ് കണ്ടീഷനിലേക്കാണെങ്കിൽ അത് റൈസിങ് റിസ്ക് ആവും. അതാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ PDF അയച്ചു തരും, കാര്യങ്ങൾ അയച്ചു തരും. അപ്പൊ എന്താക്കാം, അതൊന്ന് വാച്ച് ചെയ്യുക. കാര്യങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും, എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. ഇത് നാളെ കുറച്ച് നേരത്തെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? ഒരു കാര്യം ചോദിക്കാം. പിന്നെ ഞാൻ പുതിയതായിരുന്നു ഇന്ന് ക്ലാസ്സിൽ കയറിയത്. കുഴപ്പമില്ല, നാളെ ഒന്ന് ജോയിൻ ചെയ്യും. കുഴപ്പമില്ല, കണക്ട് ചെയ്യാം. നമുക്ക് ഇതിൽ എൻട്രി ആകാൻ എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് സ്റ്റാഫായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മളെ സ്റ്റാഫായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത സ്റ്റാഫായിട്ട്. ആയിക്കോട്ടെ. ഓക്കെ, ശരി. സാറ് പേര്? എന്റെ പേര് വസീം. മനസ്സിലായില്ല. വസീം. താങ്ക് യു. ഓക്കെ, എല്ലാവരും ഗുഡ് നൈറ്റ്. ഓക്കെ, നാളെ നമുക്ക് നേരത്തെ കാണാം. ഓക്കെ.